ദേശീയപാതയ്ക്കായി വേരറുത്തു മാറ്റപ്പെട്ട മരങ്ങൾ നിരവധിയാണ്. അവയിൽ ഒന്നു മാത്രമായി മാറുമായിരുന്നു ഒരു മാവ് ഇന്ന് തായ്വേർ ഊന്നി വളരുന്നുണ്ട്. കവയിത്രി സുഗതകുമാരി കാസർഗോഡ് നഗരത്തിൽ നട്ട പൈസ്വിനി എന്ന മാവ് ഇപ്പോൾ അടുക്കത്തുബയൽ GUP സ്കൂളിന്റെ മുറ്റത്ത് ശിഖരങ്ങൾ വിടർത്തി അങ്ങനെ പരിലസിച്ച് നിൽക്കുക. കോടാലിക്കൈ വീണ് നയിച്ചു പോകുമായിരുന്ന മാവിനെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ ഈ വിദ്യാലയം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ദേശീയപാതയോട് ചേർന്നുള്ള അടുക്കത്തുബയൽ GUPS മുറ്റത്തെ പയസ്വിനിയുടെ ചുവട്ടിലാണ്. എന്താണ് പയസ്വിനി എന്നല്ലേ അതറിയാൻ ഒരു 4 വർഷം പിറകിലോട്ട് പോകണം. 2022 ജൂൺ 15 അന്നാണ് കാസർഗോഡ് നഗരമധ്യത്തിലെ ഈ മാവിൻ്റെ ജീവൻ നിലനിർത്താനുള്ള പരിശ്രമം തുടങ്ങിയത്. ഭൂമിയിൽ നിന്നും അടർത്തി മാറ്റി മറ്റൊരിടത്ത് ആ തൈ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇത് പച്ച പിടിക്കുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. പയസ്വിനി എന്ന പേര് ചൊല്ലി വിളിച്ച ആ മാവ് തന്നെ അതിന് ഉത്തരം പറയുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അടുക്കത്തുബയൽ GUP സ്കൂളിന്റെ അക്ഷരമുറ്റത്ത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഇന്ന് ആ മാവിൻ ചുവട്. അഭിമാനം തോന്നുന്നുണ്ട്. നമ്മളെ സ്കൂളിൽ സുഗതകുമാരി ടീച്ചർ നട്ട മരം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അഭിമാനം. കുട്ടികൾക്കും അധ്യാപകർക്കും ഇരിക്കാനായി അവിടെ തറയൊരുക്കി. പക്ഷികൾക്ക് കുടിനീരൊരുക്കാൻ തണ്ണീർക്കുടമുണ്ട്. ഈ മാവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വാചാലരാകുകയാണ് അധ്യാപകരും കുട്ടികളും. ശരിക്കും കുട്ടികൾ പറഞ്ഞ പോലെ അഭിമാനം തോന്നുന്നുണ്ട്, അതേപോലെ സന്തോഷവുമാണ്. ദേശീയപാതനെ വെച്ചിട്ട് നശിച്ചു പോവേണ്ട ഒരു മരം നമ്മുടെ അടുക്കത്തുബയൽ സ്കൂളിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും കൈകോർത്തിട്ടുണ്ട്. കാസർഗോഡ് പീപ്പിൾസ് ഫോറം നേതൃത്വത്തിൽ കവയിത്രി സുഗതകുമാരിയാണ് കാസർഗോഡ് നഗരത്തിൽ മാവ് നട്ടത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മറ്റു മരങ്ങളുടെ കൂട്ടത്തിൽ ഈ മാവും മുറിച്ചു മാറ്റപ്പെടുമെന്ന ഘട്ടത്തിലാണ് പൊതുസമൂഹം ഒന്നാകെ ഇടപെട്ട് അതിനെ ഈ സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നട്ടത്. ചില്ലകൾ വെട്ടിമാറ്റിയ ആ മാവ് ഇത്തവണ പൂത്തു. നിറയെ മാങ്ങകളുമുണ്ടായി. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ് പയസ്വിനി എന്ന ഈ മാവ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പ്രദീപ് നാരായണൻ, 24, കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.